മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി വെന്റിലേറ്റർ യൂണിറ്റിൽ തീപിടുത്തത്തിന് പിന്നാലെ ചികിത്സയിലുണ്ടായിരുന്ന 5 പേർ മരിച്ചെന്ന വാർത്ത കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണെന്നും മരിച്ചവരുടെ ബന്ധുക്കൾ ഉന്നയിക്കുന്ന ആരോപണം അതീവ ഗൗരവതരമാണെന്നും അടിയന്തരമായി അന്വേഷിക്കേണ്ടതാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. UDF സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചു, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. എല്ലാവരും നോമിനേഷൻ കൊടുക്കുന്ന തിരക്കിലാണ്. മിക്കവാറും സ്ഥലങ്ങളിലെ കൺവെൻഷനുകളാണ്, തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളാണ്. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ തിങ്കളാഴ്ച 5-6 തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളുണ്ട്. എല്ലാ ജില്ലകളിലും തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ, വിവിധ നേതാക്കന്മാർ അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ഞങ്ങൾ നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. വോട്ടർ പട്ടികയിൽ നന്നായി പേര് ചേർത്തിട്ടുണ്ടായിരുന്നു. SIR പ്രക്രിയയിൽ നല്ല പങ്കാളികളായിരുന്നു. ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള മുന്നൊരുക്കം UDF പ്രവർത്തകർ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും നടത്തിയിട്ടുണ്ട്. മിഷൻ 26 ഞങ്ങൾ 1 വർഷം മുമ്പ് ആരംഭിച്ചതാണ്. അത് വളരെ ഫലപ്രദമായി നമ്മുടെ പ്രവർത്തകരെല്ലാം വളരെ ആവേശത്തിലാണ്. ഈ സർക്കാരിന്റെ താഴെ ഇറക്കണമെന്ന വാശിയോടുകൂടി ജനങ്ങൾ നിൽക്കുമ്പോൾ അവരുടെ കൂടെ നമ്മുടെ പ്രവർത്തകരെല്ലാവരും ഉണ്ടാകും. ഈ സർക്കാരിന്റെ ദുർഭരണം ജനജീവിതത്തെ എത്രമാത്രം ദോഷകരമായി ബാധിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചർച്ച. 12 മാസക്കാലമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം ഈ കേരളമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റും ഈ വിലക്കയറ്റം കുറച്ചുകൊണ്ടുവരാൻ എന്ത് നടപടിയെടുത്തു? ജനങ്ങൾ പൊറുതിമുട്ടിയാണ് വിലക്കയറ്റം കൊണ്ട്. അപ്പോൾ ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു സർക്കാരിന്റെ സാന്നിധ്യം അവരാഗ്രഹിക്കും. അങ്ങനെ ഒരു സർക്കാരിന്റെ സാന്നിധ്യം കേരളത്തിലുണ്ടായോ? സപ്ലൈകോ തകർന്നു. സപ്ലൈകോയ്ക്ക് മാർക്കറ്റിൽ ഇടപെടാൻ കഴിയുന്നില്ല. കോടികളാണ് കൊടുക്കാനുള്ളത്. 12 മാസമായി ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനം വിലക്കയറ്റത്തിൽ. ആ വിലക്കയറ്റം താഴെ കൊണ്ടുവരാൻ എന്ത് നടപടിയെടുത്തു? ഗവൺമെന്റ് നിസ്സംഗരാണ്. പ്രചരണം മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്, വ്യാപകമായ പ്രചരണമാണ്. കോടാനുകോടി രൂപ ഞാനും നിങ്ങളും നികുതി അടയ്ക്കുന്ന പണത്തിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെയുള്ള പ്രചരണമായിരുന്നു. കോടിക്കണക്കിന് രൂപ എടുത്തുകൊണ്ട് മാധ്യമങ്ങളിൽ മാത്രമല്ല അല്ലാതെയുള്ള പ്രചരണമാണ്. ശരിക്കും തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഗവൺമെന്റ് നടത്തിയത്. മുഴുവൻ കള്ളപ്രചരണങ്ങളാണ്. 1,10,000 കോടി രൂപ കിഫ്ബിക്ക് ചെലവാക്കിയെന്നാണ് കള്ളപ്രചരണം. 38,000 കോടി രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത്. അതിന് 30,000 കോടി രൂപ നികുതി വരുമാനത്തിൽ നിന്ന് എടുത്താണ് ചെലവാക്കിയിരിക്കുന്നത്. എന്താ വ്യത്യാസം? ബാക്കി 8,000 കോടി രൂപ കടമെടുത്തിരിക്കുകയാണ്. ആ കടവും കടമെടുപ്പിന്റെ പരിധിയിൽ വരും. അതിപ്പോ ഈ കിഫ്ബി ഇല്ലായിരുന്നെങ്കിലും ഈ 30,000 കോടി രൂപ നികുതിയിൽ നിന്ന് PWDക്കും ഇറിഗേഷനും ഒക്കെ ചെലവാക്കാമായിരുന്നു. എന്ത് വ്യത്യാസമാണ്? 1,10,000 കോടി രൂപ എന്ന് കള്ളം പറഞ്ഞിരിക്കുകയാണ്. ആകെ ചെലവാക്കിയിരിക്കുന്നത് 2018 വന്നതാണ് കിഫ്ബി. എന്നിട്ട് നുണപ്രചരണമാണ്. പിന്നെ പറഞ്ഞിരിക്കുകയാണ് 10 വർഷത്തേക്ക് അന്നം കൊടുത്തു, ഔദാര്യ റേഷൻ കൊടുത്തു. ഏതെങ്കിലും ഗവൺമെന്റ് റേഷൻ മുടക്കിയിട്ടുണ്ടോ കേരളത്തിൽ? ഇവര് ഭരണം കേട്ടാൽ 10 കൊല്ലമായിട്ട് റേഷൻ മുടങ്ങാത്ത ആദ്യത്തെ സർക്കാരാണ് ഇതെന്ന് തോന്നുന്നു. റേഷൻ കേന്ദ്ര ഗവൺമെന്റ് കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ കൊണ്ടുവന്ന സ്റ്റാറ്റ്യൂട്ടറി റേഷനിംഗ് ആണ്. കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത്. കോൺഗ്രസ് സർക്കാരാണ് നടപ്പാക്കിയത്. ഇന്ത്യയിലെ ഏറ്റവും നല്ല പൊതുവിതരണ സമ്പ്രദായമുള്ള സംസ്ഥാനം കേരളമാണ്. അച്യുതാനന്ദൻ ഭരിച്ചിരുന്നപ്പോഴും റേഷൻ മുടങ്ങിയിട്ടില്ല. ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോഴും AK ആന്റണി ഭരിച്ചപ്പോഴും അച്യുതമേനോൻ ഭരിച്ചപ്പോഴും ഒന്നും ഇവിടെ റേഷൻ മുടങ്ങിയിട്ടില്ല. പുതിയ അവകാശവാദമാണ്. ഫ്ലെക്സിൽ എഴുതി വെച്ചേക്കാണ്. കേരളം മുഴുവൻ 10 കൊല്ലം അന്നം തന്നു. ഇവര് ഔദാര്യമുള്ള അന്നം കൊടുത്തത്. ഇതുപോലത്തെ കള്ളപ്രചരണമാണ്. റേഷൻ എന്നാ മുടങ്ങിയിട്ടുള്ളത്? ഒരു കാലത്തും മുടങ്ങിയിട്ടില്ല. ഞാൻ എല്ലാം പറയുന്നില്ല. ഇതുപോലെ വ്യാപകമായ കള്ളപ്രചരണം നടത്തി ഗവൺമെന്റിന്റെ തെറ്റായ കാര്യങ്ങൾ ഇപ്പോ കണ്ടില്ലേ? തിരുവനന്തപുരത്ത് ബന്ധുക്കൾ പരാതി പറയാണ്. അവിടെ തീപിടുത്തം ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് 5 പേര് മരിച്ചതെന്ന്. എനിക്കറിയില്ല സത്യാവസ്ഥ. പക്ഷെ ഗൌരവതരമായ അന്വേഷണം നടത്തണം. മരിച്ചുപോയവരുടെ ബന്ധുക്കൾ പരാതി പറഞ്ഞിരിക്കുകയാണ്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. നമ്മളത് പറയുമ്പോൾ ജനങ്ങള് പറയാണ് വെന്റിലേറ്ററിലല്ല മോർച്ചറിയിലാണെന്ന് പറയാണ്. അതേ സ്ഥിതിയിൽ ആരോഗ്യ കേരളത്തെ മാറ്റി. എല്ലാ രംഗത്തും തികഞ്ഞ പരാജയമാണ്. മുഖ്യമന്ത്രി എന്നിട്ട് PR പ്രവർത്തനം കൊണ്ട് മേനി നടിക്കാൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രി. അത് ഞങ്ങൾ പൊളിച്ചു കാട്ടി തെരഞ്ഞെടുപ്പിൽ, ഒരു സംശയം വേണ്ട. അവരെല്ലാം കോൺഗ്രസ് നേതാക്കളല്ലേ. അവരുടെ പേരിൽ പടം വെച്ച ഒരു കുഴപ്പമില്ല, ഒരു തെറ്റുമില്ല. ഏത് കോൺഗ്രസ് നേതാവിന്റെ പേരിൽ പടം വെച്ചാലും ഒരു തെറ്റുമില്ല. ആര് വന്നാലും കുഴപ്പമില്ല. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെയല്ലേ കോൺഗ്രസിൽ വലിയ ടീമുണ്ട്. നിങ്ങൾ അതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കണ്ട. ഒരു കുഴപ്പമില്ല. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ കാര്യമൊക്കെ വളരെ ക്ലിയർ ആണ്. ഇതിപ്പോ CPMന്റെ ഒരു നറേറ്റീവാണ്. കോൺഗ്രസിൽ വലിയ കുഴപ്പമാണെന്ന്. ഒരു കുഴപ്പമില്ല. ഞാനും KC വേണുഗോപാലും തമ്മിൽ കൊച്ചി സീറ്റിന്റെ പേരിൽ അടി നടന്നു. ഞാൻ പറഞ്ഞല്ലോ, വലിയ വാർത്തയായിരുന്നു. എന്നോട് KC വേണുഗോപാലാണ് പറഞ്ഞത്,
എടാ ഇങ്ങനൊരു വാർത്ത വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞു വാർത്ത ഇടാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടി ആ വാർത്ത കണ്ട് ചിരിക്കുകയായിരുന്നു. ഒരുപാട് പ്രാവശ്യം ഇറങ്ങിപ്പോയി ആ യോഗത്തിൽ നിന്ന്. ഇടയ്ക്ക് യൂറിനലൊക്കെ പോകണ്ടേ? അല്ലല്ല, യോഗത്തിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം ഇറങ്ങിപ്പോയി ഞങ്ങൾ എല്ലാവരും. പക്ഷെ പുറത്തുനിന്ന് പോയി ചായ കഴിക്കാൻ പോയി, മറ്റേ വാഷ്റൂമിൽ പോയി ഒരുപാട്. പിന്നെ ഉറക്കം വന്നു കഴിഞ്ഞപ്പോ പോയി, അല്ല കേൾക്കി, ഉറക്കം വന്നപ്പോ പോയി മുഖം കഴുകാൻ പോയി. ഇങ്ങനെ എത്ര പ്രാവശ്യം പോയി. നിങ്ങളൊക്കെ വ്യാജ വാർത്തകളാണ് ഉണ്ടാക്കുന്നത്, വ്യാജ വാർത്ത. അല്ലെന്നേ പല സ്ഥാനാർത്ഥികളുടെയും കാര്യത്തില് ഞങ്ങള് ഡിബേറ്റ് ചെയ്ത് കാണും. വേണ്ടേ? ജനാധിപത്യ പാർട്ടിയാണ്. പിണറായി വിജയൻ വരുന്നിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു ലിസ്റ്റ് എടുത്ത് വായിക്കുമ്പോൾ അത് കൈയടിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. ഞങ്ങൾ ഓരോ സ്ഥാനാർത്ഥികളെ കുറിച്ചും വിശദമായ ചർച്ച ഞങ്ങൾ നടത്തിയിട്ടാണ് ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിന് ഒരു സ്ഥാനാർത്ഥിയുടെ മെറിറ്റ്, ഡിമെറിറ്റ്, മറ്റ് സ്ഥാനാർത്ഥിയുടെ ആര് നിന്നാലാണ് ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ വിശദമായ ചർച്ച നടത്തിയിട്ടാണ് ഞങ്ങൾ ഓരോ സ്ഥാനാർത്ഥിയും തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോഴും ആ CPM-ന്റെ സ്ഥാനാർത്ഥികളെ പലരും തീരുമാനിച്ചിട്ടില്ലല്ലോ. NDAയുടെ സ്ഥാനാർത്ഥികൾ പലരും പുറത്തു വന്നിട്ടില്ലല്ലോ. ഞങ്ങളുടെ 140 സ്ഥാനാർത്ഥികളും പ്രചരണം തുടങ്ങിയിട്ട് എത്ര സമയമായി? കാണാനില്ലല്ലോ. ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുള്ളൂ, ജി സുധാകരൻ. ഒരു നുണയും പറയില്ല. ഞാൻ അദ്ദേഹം CPM നേതാവായിരിക്കുമ്പോൾ പോലും ഞാനന്ന് ഏറ്റവും കൂടുതൽ മന്ത്രിമാർക്കെതിരായി അഴിമതി ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷത്തെ MLA 2006 തൊട്ട് 2011 വരെ. അന്ന് മന്ത്രിമാരെ നമ്മൾ ആക്രമിക്കുന്ന സമയത്തും ഈ മനുഷ്യനെ കുറിച്ച് ആദരവോടുകൂടി സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. നിയമസഭയിലെ റെക്കോർഡിൽ കിടക്കുന്നുണ്ട് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പ്രസംഗിച്ചത് 2008-ലോ 2009-ലോ. ഈ ജി സുധാകരനെ കുറിച്ച് നീതിമാനായ ഭരണാധികാരിയായിരുന്നു. നീതിമാനായ ഭരണാധികാരി. 1000 കോടി കിട്ടിയാൽ 140 MLA-മാർക്ക് വീതം വയ്ക്കും. ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ അതിൽ രാഷ്ട്രീയമൊന്നും നോക്കാതെ നേരെ ഏതാണ് നെറി ഏതാണെന്ന് നോക്കിയിട്ട് തീരുമാനമെടുക്കും. അങ്ങനത്തെ ആളാണെന്ന് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നിയമസഭയിൽ വേറൊരു മന്ത്രിയെക്കുറിച്ച് എനിക്ക് ഇതുവരെ പറയാൻ, LDF മന്ത്രിയെക്കുറിച്ച് പറയാൻ, CPM മന്ത്രിയെക്കുറിച്ച് പറയാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോഴും ആദരവുണ്ട്. ഞാൻ അദ്ദേഹം പറഞ്ഞതേ വിശ്വസിക്കുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാന്നേ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അദ്ദേഹം ഒരു നിലപാടെടുത്ത് നിന്നു. ഞങ്ങൾ രാഷ്ട്രീയമായ പിന്തുണ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അതിൽ ഒരു ആരിഫ് അടക്കം പറയുന്നു അത്